ഈ കരോളിന് എൻ്റെ ഒരു കൂട്ടർ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പുള്ളി പാട്ടെഴുതും, കരോളിൻ്റെ പാട്ട് എഴുതിയിട്ട് ഇതുകൊണ്ട് മീറ്ററിൽ ഒപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാട്ട്, ഈ ബത്ലഹേം പുൽത്തൊഴുത്ത് ഇങ്ങനെ കുറേ വാക്കുകൾ വെച്ചിട്ട് ഇപ്പോൾ ഓമന കുഴക്കടപ്പുറത്തിന്നോമനെ ആ പാട്ടുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പുള്ളി ബത്ലഹേമിൽ ജനിച്ചു വീണ യേശുവേ ഉണ്ണി യേശുവേ നീ പുൽത്തൊഴുത്തിൽ തന്നെ പിറന്നത് എന്തിനാന്ന് ഈ ഒരു പാട്ടുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അനുപല്ലവിയിൽ പുള്ളി എഴുതിയിട്ട് മീറ്റർ ഒക്കാഞ്ഞിട്ട് മറ്റേ പാട്ടിൻ്റെ ട്യൂണിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നീ ജനിച്ചാൽ നാട്ടിലെങ്ങും ക്രിസ്തുമസ്, നീ മരിച്ചു പോയാൽ ദുഃഖ വെള്ളിയാഴ്ചയായി 30 വെള്ളിക്കാശിനാ യൂദാസ് ഒറ്റിക്കൊടുത്തു, യൂദാസിനോട് ക്ഷമിച്ചവനാ നീ, യൂദാസ് ഭയങ്കരനാ, ഉണ്ണീശോ പാവമാ. എന്തുമാത്രം കഷ്ടപ്പാട് ഉണ്ണീശോ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ പാരഡി കാസറ്റ് കത്തുന്ന സമയത്ത് മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാസറ്റ് എഴുതാൻ വേണ്ടി റൂം എടുത്ത് വന്നിട്ട് 2-3 ദിവസമായിട്ട് നമ്മളൊക്കെ പാരഡി എഴുതുമ്പോൾ ഓരോ വാക്കും കറക്റ്റ് മീറ്റർ ഒപ്പിച്ചുണ്ടാക്കിയാലേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അപ്പം 2 ദിവസമായിട്ട് 8 പാട്ട് എഴുതണം, 6 പാട്ടെങ്ങാണ്ടായിട്ട് എഴുതിയിട്ടില്ല. അപ്പം മമ്മിക്ക് വന്നിട്ട് എന്തായി ഒറിജിനൽ പാട്ട് എഴുതാൻ ONV കുറുപ്പിൻ്റെ റൂം എടുത്തു കൊടുത്താൽ ഇത്ര നേരം വേണ്ടില്ല, ഇത് പാരഡി അല്ലേ, എത്ര നേരം എഴുതണു, 2 ദിവസമായല്ലോ സുഖമായിട്ട് താമസിക്കണു, പെട്ടെന്ന് പാട്ട് എഴുത് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റാനില്ല. എന്തിട്ടാ നിങ്ങൾ കാണിക്കണത്, ഇത് ഇത്ര വലിയ പാടുള്ള പണിയാണോ എന്ന് പറഞ്ഞിട്ട് പേനയും പേപ്പർ എടുത്ത് പുള്ളി 2 വരി ഇതിൻ്റെ ബാക്കി ഉണ്ടാക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ നോക്കിയപ്പം കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ടു എന്ന് എഴുതി വെച്ചേക്കുക. ഞാൻ പുള്ളി പോവുകയും ചെയ്തു, ഇതിൻ്റെ ബാക്കി എഴുതെന്നും പറഞ്ഞ് പോയേക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിളിച്ചിട്ട് വെച്ച് മമ്മിക ഇത് കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ടെന്ന് എഴുതി വെച്ച് ഇത് ഏത് പാട്ടിൻ്റെ പാരഡിയാന്ന് വെച്ചപ്പോൾ മനസ്സിലായില്ലേ, പാടുത്തരാം. കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകിട്ടേന്ന്. ഗംഭീരമായിട്ട് എന്തോ വലിയ സന്തോഷത്തിലാണല്ലോ കേശവ വന്നിരിക്കുന്നത്. ഇന്ന് ഭയങ്കര സന്തോഷമാണ് വിഷാരം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണ്? ഞാനിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിടുന്നത് നന്നായി. സത്യം ഇത്ര വന്നിട്ട് നമ്മൾ കോമഡി ഒന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിലും നിങ്ങൾ ഒരു കൈത്തൊഴിൽ പഠിച്ചല്ലോ, നന്നായി. ലഡു ഉണ്ടാക്കാൻ പഠിച്ചത് വളരെ നന്നായി. ഞാൻ ലഡു ഉണ്ടാക്കിയില്ല, പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പൈസ കൊണ്ട് മേടിച്ച ലഡു. ഓ, എന്നാലും അതിനും ഒരു അഭിനന്ദനങ്ങളല്ലേ വിഷ്ണു. ഇന്ന് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷത്തിലേ. ദൈവമേ, എന്താണ് സാധാരണ ഇവിടെ ഞങ്ങളോട് എപ്പോഴും ഒരു വലിയ പ്രതിഷേധമുള്ള ആളായിട്ടാണ് കേശവ മാമ നിൽക്കുന്നത്. അതെ വിഷു, അതായത് ഇത്രയും ഒരു സന്തോഷം വരാൻ കാരണം എന്താണ്? അല്ല, കാര്യം എന്താണെന്ന് വെച്ചാലേ ഞാൻ കുറച്ച് ചുരുങ്ങിയ എപ്പിസോഡേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ. അതെ, ഇത് കണ്ടിട്ട് എൻ്റെ ഇവിടുത്തെ പ്രകടനം കണ്ടിട്ട് കുറച്ച് പ്രൊഡ്യൂസർമാർ വീട്ടിൽ വന്നു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. തുടങ്ങാൻ പോകുന്ന പുതിയൊരു ഫിലിമിൽ എന്നെ സെക്കൻഡ് ഹീറോ ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നു. കാര്യം നമ്മൾ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ ഞങ്ങളിതൊക്കെ എങ്ങനെ ഉണ്ടാവും, സ്നേഹമുണ്ട്. അപ്പോഴും എനിക്ക് ഉള്ളിൽ സ്നേഹമുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് കേശവ മാമ. കാരണം സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് എ ഹീറോ അല്ലേ. പിന്നെ നിങ്ങൾ പതുക്കെ ഒരു സെക്കൻഡ് ഹീറോ വേഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ വേണമെങ്കിൽ ഹീറോ ആവാൻ പറ്റും, ഹീറോ ആയി വരാൻ പറ്റും. അപ്പം സിനിമയിലോട്ട് വരാൻ എല്ലാവിധ ആശംസകളും. ഇതിനു മുമ്പ് സിനിമയിൽ പരിചയമുണ്ടോ? അല്ല വിഷു, എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ബാലനിൽ തുടങ്ങിയ ആഗ്രഹമാണ്. ബാലൻ എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ കാലത്തുള്ള പടമല്ല. അതിൽ ചേട്ടൻ അങ്ങനെ വരുന്നത് പഴയ പടമല്ലെന്ന് ബാലേട്ടൻ പടം, മോഹൻലാലിന്റെ ബാലേട്ടൻ. ബാലേട്ടൻ തുടങ്ങി. അപ്പൊ ബാലേട്ടൻ എന്ന് പറയണം. ബാലേട്ടൻ നിങ്ങളെ പറയേണ്ടത്, കാരണം മോഹൻലാൽ എന്നെ ഇളയതാണ്. അപ്പൊ എനിക്ക് ബാലൻ വിളിച്ചാൽ മതി. ശരിയാണ്, ശരിയാണ്. അപ്പൊ അങ്ങനെ വന്നാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്തൊക്കെയായാലും സിനിമയാണ്. സിനിമയിൽ വന്നു കഴിയുമ്പോൾ വിഷ്ണുവിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, രണ്ടുപേരും. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ഫിലിമിലേക്കുള്ളൊരു എൻട്രി പലർക്കും ഒരു വിഷയമായിരിക്കും. ചില മനസ്സുകളിൽ അതൊരു നൊമ്പരം വരുത്തിയേക്കാം. ഞാനിപ്പോൾ പിന്നീട് വന്ന് വളർന്നു കഴിയുമ്പോൾ ആ വളർച്ച മുരടിപ്പിക്കാൻ ചിലപ്പോൾ ചിലരുടെ പ്രഷർ വരെ എനിക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില്ലാതാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. കാരണം എനിക്ക് മുന്നോട്ട് വളർച്ച ഇല്ലാണ്ടാക്കാനോ? അല്ലല്ല, മറ്റുള്ളവരാ പ്രഷർ കളയാൻ. പുള്ളിനെ ഒതുക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുവാണെങ്കിൽ, ഇപ്പൊ ഫീൽഡിൽ വിഷ്ണു വന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവുന്നതാണ് പുള്ളി പറയുന്നത്. പുള്ളിനെ ഒതുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? സിനിമയിൽ ചെല്ലുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്.
എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് സിനിമയിലെത്തുമ്പോൾ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മെയിനായിട്ട് തുടക്കം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇതില്ലേ ടിഫിൻ ബോക്സില്ല അവിടെ കൊണ്ടുവന്ന ഫുഡ് കൊണ്ട് തന്നെ പാത്രം ഉണ്ടല്ലോ, കാരിയർ ആ കിണർ പോലെ ഇരിക്കുന്ന അത് അതിൻ്റെ അട്ടി തെറ്റാതെ അടക്കാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ.